വെൽക്കം ടു അരുൺസ് ട്രാവൽ വ്യൂ. ജയ്പൂരിലുള്ള ആൽബർട്ട് ഹാൾ മ്യൂസിയം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായും കാണേണ്ടതാണ്. വളരെയധികം അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒരു കലവറയാണിത്. 10 മണിക്ക് ഇത് ഓപ്പൺ ആകുകയുള്ളൂ. അന്നേരം മ്യൂസിയത്തിനകത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. 52 രൂപയാണ് ഇവിടുത്തെ പ്രവേശന ഫീ. അവിടേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. രാംനിവാസ് ഗാർഡനിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ജയ്പൂരിൻ്റെ കലാപരവും സാംസ്കാരികവുമായ പൈതൃകത്തിൻ്റെ പ്രതീകമായാണ് ഈ മ്യൂസിയം നിലകൊള്ളുന്നത്. 1976 ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലണ്ടിലെ രാജകുമാരൻ ആൽബർട്ടിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. രാജസ്ഥാനിലെ ഏറ്റവും പഴക്കം ചെന്ന മ്യൂസിയമാണിത്. സർ സാമുവൽ സിൻഡൻ ജേക്കബ് രൂപകൽപ്പന ചെയ്ത് 1887 പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ആദ്യം ഇതൊരു ടൗൺ ഹാളാക്കിയാണ് ഉദ്ദേശിച്ചത്. പിന്നീട് മഹാരാജാവ് സാവോയ് മന്തോസ് സിംഗ് രണ്ടാമൻ ജയ്പൂരിൻ്റെ സമ്പന്നമായ ചരിത്രവും പൈതൃകവും പ്രദർശിപ്പിക്കുന്നതിനായി ഇതൊരു മ്യൂസിയമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കയറി ചെല്ലുമ്പോഴേ 4 ചുമരുകളിലും പഴയ രാജാക്കന്മാരുടെ ചിത്രവും അവർ ഏത് കാലത്താണ് ഭരിച്ചിരുന്നതെന്നും എഴുതി വച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കടക്കുന്നത് ബ്ലാങ്കറ്റ് മ്യൂസിയത്തിലേക്കാണ്. ഈ കാണുന്ന പരവതാനി AD 1632 നിർമ്മിച്ചത്. നാച്ചുറൽ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ പരവതാനിയുടെ നിർമ്മാണം. അതിൻ്റെ കളറൊക്കെ ഇപ്പോഴും ഫെയ്ഡാകാതെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. എന്ത് രസമാണ് അതിൻ്റെ നിർമ്മിതി എന്ന് നോക്കിക്കുക. പല രാജകൊട്ടാരങ്ങളിൽ ഉപയോഗിച്ച പരവതാനികളാണ് ഈ കാണുന്നത്. രാജസദസ്സുകളിലും അതുപോലെ രാജാവ് വരുമ്പോൾ വിരിച്ചു കൊടുക്കാനുള്ള പരവതാനികൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചരിത്രവും വാസ്തുവിദ്യയും രജപുത്ര മുഗൾ യൂറോപ്യൻ ശൈലികളുടെ മിശ്രിതമുള്ള ഈ മ്യൂസിയം ഇൻഡോ സാർസനിക് വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണമാണ്. പണ്ടുകാലത്ത് രാജകൊട്ടാരങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പെയിൻറ്റിങ്സ് അതുപോലെ പാത്രങ്ങൾ ഒക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് രാജകൊട്ടാരങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ള പാത്രങ്ങളും കലാരൂപങ്ങളുമാണ്. സ്വർണത്തിലും വെള്ളിയിലും പിച്ചളയിലും ചെമ്പിലുമൊക്കെ നിർമ്മിച്ച മനോഹരങ്ങളായ പാത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. പഴകും തോറും ഇതിൻ്റെയൊക്കെ വാല്യൂവും കൂടിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 19,000-ൽ പരം പുരാവസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രാജകൊട്ടാരങ്ങളുടെ ചുവരുകൾ അലങ്കരിച്ചിരുന്ന ചിത്രങ്ങളാണ് ഈ കാണുന്നത്. ചിലതൊക്കെ പെയിൻറ്റിംഗ് ആണെന്ന് പറയുകയില്ല. അതുപോലെ തന്നെ തടിയിൽ കൊത്തിയെടുത്ത ചിത്രങ്ങളാണ് ഈ കാണുന്നത്. ധാരാളം ഒത്തുമണികൾ നിറഞ്ഞ ചിത്രങ്ങളാണ് പഴയകാലത്ത് ചുവരുകൾ അലങ്കരിച്ചു കൊണ്ടിരുന്നത്. പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന കളക്ഷനാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ കാണുന്നത് റോമൻ കളക്ഷൻസ് ആണ്. റോമിൽ നിന്ന് പല സമയങ്ങളിലായിട്ട് കളക്ട് ചെയ്ത കരകൗശല വസ്തുക്കളാണ്. ഈ കാണുന്ന ഭരണിയിലെ പെയിൻറ് വർക്കും ആർട്ട് വർക്കും നോക്കി എന്ത് മനോഹരമായിരിക്കുന്നു. ഇത് നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്പിൽ തീർത്ത ബുദ്ധ പ്രതിമയാണ്. ഇതിൻ്റെ കാലപ്പഴക്കവും ഉണ്ടാക്കിയ സമയവുമൊക്കെ താഴെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ജപ്പാനീസ് ആയുധങ്ങളുടെ ഒരു കളക്ഷനാണ്. വളരെ വെറൈറ്റിയായ വാളുകളും പരിചകളും ഒക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത് ബർമയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മണിയാണ്. തടിയുടെ സ്റ്റാൻഡാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് കളിമണ്ണ് ഉപയോഗിച്ച് നിർമ്മിച്ച പാത്രങ്ങളും കരകൗശല വസ്തുക്കളുമാണ്. എത്ര മനോഹരമായിട്ടാണ് അവരിതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അതിനകത്തെ ആർട്ട് വർക്കുകളും കൈപ്പണികളും ഒക്കെ കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. പണ്ട് കാലത്തെ ചിത്രപ്പണിയും അതുപോലെ കളറിൻ്റെ കൂട്ടുകളും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് എനിക്ക് തോന്നിയത്. എത്ര നേരം നോക്കിയിരുന്നാലും മതി വരത്തില്ല. അതുപോലത്തെ ഒരു ഏരിയ ആയിരുന്നു ഈ ഗാലറി. ഇത് ഗ്ലാസ്സിൽ തീർത്ത ഫ്ലവർ വേസുകളും പാത്രങ്ങളുമാണ്. മൺപാത്രങ്ങളുടെ അതിശയിപ്പിക്കുന്ന ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അതിൻ്റെയൊക്കെ കളർ കോമ്പിനേഷനും അതിനകത്തെ ചിത്രപ്പണികളും ഒക്കെ അത്ഭുതപ്പെടുത്തുന്നവയാണ്. എത്ര മനോഹരങ്ങളാണ് ഇവയൊക്കെ. പണ്ടത്തെ പാത്രപ്പണിക്കാരുടെ അതിശയിപ്പിക്കുന്ന കരവിരുതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ചൈനയിൽ നിർമ്മിച്ചതും രാജസ്ഥാനിൽ നിർമ്മിച്ചതുമായ നിരവധി പാത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്.
ഈ കാണുന്നവയെല്ലാം പലതരത്തിലുള്ള മെറ്റൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന പാത്രങ്ങളാണ്. അടുത്തത് കരിങ്കല്ലിലെ കൊത്തുപണിയുടെ ഗ്യാലറിയാണ്. അതിശയങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഗ്യാലറിയാണ്. പഴയകാലത്തെ അമ്പലത്തിൻ്റെ തൂണുകളും അതിൻ്റെ അവശിഷ്ടങ്ങളുമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഹിന്ദു പുരാണങ്ങളിൽ വിരിഞ്ഞ ശില്പങ്ങളാണ് ഇവിടെ കൂടുതലും. അതുകൂടാതെ ബുദ്ധപ്രതിമകളും ഒക്കെയുണ്ട്. 10-ാം നൂറ്റാണ്ടിലെയും 11-ാം നൂറ്റാണ്ടിലെയും ഒക്കെ ശില്പങ്ങളാണിവ. കാലപ്പഴക്കം നോക്കുമ്പോൾ ഇതൊക്കെ ഒരു അത്ഭുതമായിട്ടേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. പുരാണങ്ങളിലെ ദേവീദേവന്മാരുടെ രൂപങ്ങളാണ് ഈ ശില്പങ്ങളേറെയും. AD 4-ാം നൂറ്റാണ്ട് മുതലുള്ള ശില്പങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പല യുദ്ധ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ ശില്പങ്ങളാണ് ഇവയൊക്കെ. ചിലതൊക്കെ മുഖം വികൃതമാക്കപ്പെട്ടും നശിപ്പിക്കപ്പെട്ട രീതിയിലുമാണ് കണ്ടെടുത്തിരിക്കുന്നത്. അവയൊക്കെ അതുപോലെ തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. മുഖം വികൃതമായും തലയില്ലാതെയും ഒക്കെ ശില്പങ്ങൾ ഇവിടെയുണ്ട്. കരിങ്കല്ലിൽ എത്ര മനോഹരവും എത്ര ഡീറ്റെയിൽഡായിട്ടാണ് ഈ രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് നോക്കിയാൽ. എന്ത് മനോഹരമായ ഒരു നിർമ്മിതിയാണിത്. മുഗളന്മാരുടെ കടന്നുകയറ്റത്തോടെ തകർക്കപ്പെട്ടതാണ് കൂടുതൽ പ്രതിമകളും. ശ്രീബുദ്ധൻ്റെയും വാമനൻ്റെയും ഒക്കെ രൂപങ്ങൾ ഇവിടെ കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ഈ ശില്പങ്ങളുടെ എല്ലാം കാലപ്പഴക്കം ചുവടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് അത് കണ്ട് അതിൻ്റെ കാലപ്പഴക്കത്തെക്കുറിച്ചും അതിൻ്റെ കൊത്തുപണിയെക്കുറിച്ചും പഠനങ്ങൾ നടത്തുവാനും സാധിക്കും. അതുപോലെ ഇത് ഏത് സ്ഥലത്തുനിന്ന് കിട്ടിയതാണെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തതായി പഴയകാലത്തെ യുദ്ധങ്ങളിൽ ഉപയോഗിച്ച ആയുധങ്ങളുടെ ഒരു വലിയ കളക്ഷൻ തന്നെയാണ്. പഴയകാലത്തെ അമ്പും വില്ലും തോക്കും അതുപോലെ പരിചകളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓരോ ആയുധങ്ങളെക്കുറിച്ചും സ്പെസിഫിക് ആയിട്ടുള്ള ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അത് എവിടെ ഉപയോഗിച്ചിരുന്നതാണ്, എങ്ങനെ ഉപയോഗിച്ചിരുന്നതാണ്, അത് ആരുപയോഗിച്ചിരുന്നതാണ് എന്നൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നവ രാജകുമാരന്മാർക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. സൈസിൽ അല്പം ചെറുതാണ്. ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ച വാളുകളും പരിചകളുമാണ്. അടുത്തതായി കാണുന്നത് ഇറാനിയൻ കളക്ഷനാണ്. മുഗൾ രാജാക്കന്മാരുടെ കൈവശം ഈ ആയുധങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഒരു വമ്പൻ കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. പലതരത്തിലുള്ള മഴുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ചുരികകളും കത്തികളും അതുപോലെ തന്നെ ത്രിശൂലങ്ങളും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് ഒരു അത്ഭുതമായിട്ടേ കാണാൻ പറ്റുകയുള്ളൂ. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന കുന്തങ്ങളും പരിചകളും ഒക്കെയുണ്ട് ഇവിടെ. യുദ്ധത്തിന് പോകുമ്പോൾ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പടച്ചട്ടയാണ് ഈ കാണുന്നത്. പലതരത്തിലെ പടച്ചട്ടകൾ ഇവിടെയുണ്ട്. ഇത് മെഷ് കൊണ്ടുണ്ടാക്കിയ ഒരു പടച്ചട്ടയാണ്. ഓരോ അവയവങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പ്രത്യേകം ഷീൽഡുകളും ഇവിടെയുണ്ട്. അതെല്ലാം വ്യക്തമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പല നൂറ്റാണ്ടുകളിൽ ഉപയോഗിച്ചിരുന്ന തോക്കുകളുണ്ട് ഇവിടെ. വെടിമരുന്ന് നിറച്ചായിരുന്നു പഴയകാലത്തെ തോക്കിൻ്റെ ഉപയോഗം. വെടിമരുന്ന് നിറയ്ക്കാനുള്ള ഉപകരണവും സൈഡിലുണ്ട്. പലതരത്തിലെ തോക്കുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പല സൈസിലെ തോക്കുകളും ഇവിടെയുണ്ട്. ഈ തോക്കുകൾ ഏത് കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന ഭീമൻ തോക്ക് വരെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
അതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് 19-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ച ഈ ഇത്തിരി കുഞ്ഞൻ റൈഫിളാണ്. അതുപോലെ പലതരത്തിലുള്ള വാളുകളെ, പരിചകളെ, കുന്തങ്ങളെ, കോടാലികളെ ഒന്നും പറയേണ്ട, നമ്മൾ കാണാത്ത നൂറുകണക്കിന് ആയുധങ്ങളാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം മുഗൾ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ്. ഇത് രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ ഉപയോഗിച്ചിരുന്ന ഹെൽമെറ്റുകളാണ്. പല ടൈപ്പിലെ പരിചകളുടെ ഒരു കളക്ഷനാണുള്ളത്. ഈ പരിചകളൊക്കെ ഒരാളായിട്ടും രണ്ടാളായിട്ടും പലരാലും ഉപയോഗിക്കപ്പെടുന്നതാണ്. അതിൽ യുദ്ധത്തിൻ്റെ തീമാണ് കൊത്തിവെച്ചിരിക്കുന്നത്. പല സമയത്തുണ്ടായ യുദ്ധങ്ങളുടെ തീമുകൾ അതിൽ ലേഖനം ചെയ്തു വച്ചിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ കൊട്ടാരങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കരകൗശല വസ്തുക്കളും ഷോക്കേസിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുമാണ്. ഇവയൊക്കെ അമൂല്യങ്ങളായ സാധനങ്ങളാണ്. ജയ്പൂരിൻ്റെ സമ്പന്നമായ പൈതൃകവും ചരിത്രവുമാണ് ഇവയെല്ലാം. AD 1000-ലുള്ള പെയിൻറ്റിങ്ങുകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ചെറിയ ബുക്ക് രൂപേണയുള്ള പെയിൻറ്റിങ്ങുകൾ ഇത് രാജാക്കന്മാർക്ക് ചിത്രകാരന്മാർ സമ്മാനമായി കൊടുക്കുന്നതാണ്. ഇവയെല്ലാം ഇവിടെ ഒരു കളക്ഷനായി സൂക്ഷിച്ചിട്ടുണ്ട്. കഥകളുടെ ചിത്രരൂപമാണ് ഇവിടെ കാണുന്നത്. അതിനെ ബുക്കുകളാക്കി മാറ്റി രാജാക്കന്മാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരുന്നു അന്നത്തെ കാലത്തെ പതിവ്. ഇത് പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത കല്ലിലും ആനക്കൊമ്പിലും തീർത്ത പ്രതിമകളാണ്. ബുദ്ധൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ഗണപതിയുടെയും ഒക്കെ പ്രതിമകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. വളരെ മനോഹരങ്ങളാണ് ഇവയെല്ലാം. അടുത്തതായി രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വസ്ത്രവും രാജകുമാരികളും രാജ്ഞിമാരും ഉപയോഗിച്ച വസ്ത്രങ്ങളും ഒക്കെയാണ്. സ്വർണത്തിലും പട്ടിലും വെള്ളിയിലും ഒക്കെ നെയ്തുണ്ടാക്കിയ വസ്ത്രങ്ങളാണ്. കാലം പഴകും തോറും ഇതിൻ്റെ കളറൊക്കെ കൂടിക്കൂടി വരികയാണെന്ന് തോന്നും. അതുപോലെ മനോഹരങ്ങളായ നിർമ്മിതികളാണ് ഇവയെല്ലാം. രാജസ്ഥാൻ നെയ്ത്തുകാർ പണ്ട് മുതലേ എംബ്രോയ്ഡറിയിൽ വിദഗ്ധന്മാരാണ്. അവരുടെ വർക്കുകളൊക്കെ അതിശയിപ്പിക്കുന്നവയാണ്. കളറുകളും അവരുടെ പാറ്റേണുകളും ഒക്കെ ലോകത്തെ തന്നെ അതിശയിപ്പിക്കുന്നവയാണ്. ഇത് ഈജിപ്തിൽ നിന്നുള്ള കളക്ഷനാണ്. മമ്മികളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെറിയ ചെറിയ പ്രതിമകളാണ്. പല സമയത്ത് പല സ്ഥലങ്ങളിലായിട്ട് കളക്ട് ചെയ്തവയാണ് ഇവയെല്ലാം. ഈ കാണുന്നത് പണ്ടുകാലത്ത് ഈജിപ്തിൽ ഉപയോഗിച്ചിരുന്ന ചെരുപ്പാണ്. അതുപോലെ മമ്മിയിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് ഈ സൂക്ഷിച്ചു വച്ചിരുന്നത്. ഇത് പണ്ടുകാലത്ത് രാജാക്കന്മാരും രാജ്ഞിമാരും ഒക്കെ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളാണ്. അതിൻ്റെ ഒരു പ്രത്യേക കളക്ഷൻ തന്നെ അവിടെയുണ്ട്. പലതരത്തിലെ വിലപിടിപ്പുള്ള കല്ലുകളും ലോഹങ്ങളും മുത്തുകളും പവിഴങ്ങളും ഒക്കെ ഇതിൻ്റെ നിർമ്മിതിക്കായി ഉപയോഗിച്ചിരുന്നു. വളരെ മനോഹരങ്ങളായിട്ടാണ് ഇവയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഈജിപ്തിൽ നിന്നുള്ള കളക്ഷനാണ് പിന്നെയുള്ളത്. ഈജിപ്തിൽ നിന്ന് ഒരു മമ്മിയെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട്. അതിൻ്റെ കാലപ്പഴക്കവും അതിൻ്റെ ഹിസ്റ്ററിയുമെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. BC 322 ആണ്ടിലെയാണ് ഈ മമ്മി. അതുപോലെ തന്നെ രാജസ്ഥാനിലെ വൈവിധ്യമാർന്ന ജനസമൂഹത്തിൻ്റെ ഒരു ക്ലേ മോഡൽ തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജോലിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെയൊക്കെ വേർതിരിച്ചിരുന്നത്. പല ജോലികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലേ മോഡലാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. രാജസ്ഥാനികൾ ട്രഡീഷണലായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളാണ് ഇവയെല്ലാം. ഓരോന്നിനും പ്രത്യേകം വിഭാഗക്കാരുണ്ടായിരുന്നു. ചെയ്യുന്ന ജോലിയിൽ അതിപ്രഗത്ഭന്മാരായിരുന്നു ഇവർ. ലോകത്തറിയപ്പെടുന്ന ക്രാഫ്റ്റ് വർക്കേഴ്സാണിവർ. ഇത് പഴയകാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന രഥത്തിൻ്റെ ഒരു മിനിയേച്ചർ മോഡലാണ്. ഋഷിവര്യന്മാർ തപസ് ചെയ്യുന്ന ഓരോ തപസ്സിൻ്റെയും
ക്ലേ മോഡലും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മ്യൂസിയമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ്. മ്യൂസിയം ഇങ്ങനെ അതിൻ്റെ നടുമുറ്റമാണ് ഈ കാണുന്നത്. മ്യൂസിയത്തിനോട് വിട പറഞ്ഞ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്.